സോ വെൽക്കം ബാക്ക് ടു ടെക് ടയർ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു സീക്വൻസിൽ പോകുന്ന വീഡിയോയാണ്. അതിനകത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കണ്ടു കാണും, എന്താണ് പ്രോജക്റ്റ്, എങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യാം, അതിനകത്ത് വരുന്ന ഏതൊക്കെ സംഭവങ്ങളാണ്. സോ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് പോകണം. അതായത് ചാപ്റ്റർ 1 ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെ നമ്മുടെ പ്രോജക്റ്റ്, അതായത് UG PG ഫൈനൽ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്യാം എന്നാണ്. സോ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ BA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് വെച്ച് അത് റെഫറൻസ് വെച്ചാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഞാൻ BA പഠിക്കുമ്പോഴാണ്, MA അല്ലെങ്കിൽ PG ലെവലിൽ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതിയാകും. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ BA ചെയ്യുന്നതിൻ്റെ ഇരട്ടിയാകും MA വരും. BA 25 തൊട്ട് 30 പേജ് വരെ പ്രോജക്റ്റ് ഫുള്ളായിട്ട് വേണം. നമ്മൾ MA വരുമ്പോഴത്തേക്കും അത് 50 പേജിൽ കൂടുതൽ ആ ഒരു ലെവലിൽ വേണം. സോ നമുക്കിതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ എങ്ങനെ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സോ നമ്മുടെ ചാപ്റ്റർ 1 നമ്മൾ പേര് കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് MLA ഫോർമാറ്റ് 9 പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് നമ്മളിതിനകത്ത് എങ്ങനെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേർഡിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റോട്ട് എങ്ങനെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മനസ്സിലാക്കും. MLA 9 എന്ന് ഞാൻ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനകത്ത്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ MLA 9 എന്താണെന്നും അതിനെ പറ്റിയിട്ടുള്ള അത് വെച്ചിട്ട് എങ്ങനെ ആ ഒരു റൂൾ ഫോളോ ചെയ്ത് പ്രോജക്റ്റ് ചെയ്യാന്നുള്ളതും, അതുപോലെ തന്നെ ഈ വേർഡിൻ്റെ അകത്ത് എങ്ങനെ ഈ ഒരു ഫോർമാറ്റ് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫോർമാറ്റിലാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോർമാറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാവുന്ന ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ നമുക്ക് ഇതിനെ ഒന്ന് നോക്കാം. നിങ്ങൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടില്ലേ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ക്യാഷിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ താങ്ക്സ് ഒക്കെ അറിയിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് എനിക്ക് ഫണ്ട് ഡൊണേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന UPI നിങ്ങൾക്ക് ഫണ്ട് അയച്ചു തരാമെന്നാണ്. അതിൻ്റെ തൊട്ട് താഴെ നോട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ എഴുതി അറിയിക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എടുത്ത് പറയുന്നതാണ്. സോ നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ചാപ്റ്റർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ ചാപ്റ്റർ 1 എന്ന് കൊടുക്കണം. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട്. പിന്നെ താഴെയാണ് ചാപ്റ്റർ എന്താണ്. ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴും ഇൻട്രൊഡക്ഷനാണ്. എന്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വർക്കിൻ്റെയും നമ്മുടെ തിയറിയുടെയും എല്ലാത്തിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷനാണ് വരുന്നത് ചാപ്റ്റർ 1ൻ്റെ അകത്ത്. സോ ഞാൻ എൻ്റെ പ്രോജക്റ്റിന് എടുത്തിരിക്കുന്ന ഹാഫ് ഓഫ് എ യെല്ലോ സൺ എന്ന് പറയുന്ന ചിമമണ്ട നഗുസി അഡിച്ചിയുടെ ഒരു ആഫ്രിക്കൻ ലിറ്ററേച്ചർ, ഒരു ആഫ്രിക്കൻ ബുക്കാണ്. ഇതൊരു നോവലാണ്. ഇതിൻ്റെ അകത്ത് ആഫ്രിക്കക്കാരുടെ ആ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് പറയുന്ന ഒരു ഫിക്ഷണൽ നോവലാണ് ഈ ഒരു ഹാഫ് ഓഫ് എ യെല്ലോ സൺ എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക് വെച്ചിട്ടാണ് ഞാൻ പ്രോജക്റ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ അപ്ലൈ ചെയ്തേക്കുന്ന തിയറി എന്ന് വെച്ചാൽ പോസ്റ്റ് കൊളോണിയലിസം. അപ്പം എൻ്റെ തിയറി പോസ്റ്റ് കൊളോണിയലിസം, ഞാൻ എടുത്ത വർക്ക് ഹാഫ് ഓഫ് എ യെല്ലോ സൺ. സോ അത് വെച്ചിട്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ സെറ്റാക്കിയേക്കുന്നത്. ഞാൻ എടുത്തത് ആഫ്രിക്കൻ വർക്ക് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് ഞാൻ ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഇന്ത്യൻ വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ പറ്റി എടുക്കുക. ഒരു ഇംഗ്ലീഷ് വർക്കാണെങ്കിൽ ആ ഒരു ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ അവരുടെ ആ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുക. ഒരു ആഫ്രിക്കൻ ആണെങ്കിൽ അവരുടെ ആ ഒരു ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ പറ്റി പറഞ്ഞു തുടങ്ങുക. ദളിതാണെങ്കിൽ ദളിത് ലിറ്ററേച്ചറിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ നോക്കുക. സോ ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ 3 സെൻറ്റൻസ് കണ്ട് എഴുതിയിട്ടുള്ളൂ. അത് ഫുള്ളും ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ പറ്റിയിട്ടാണ്. സെക്കൻഡ് പാരഗ്രാഫിലോട്ട് വരികയാണെങ്കിൽ, ഫസ്റ്റ് പേജിന് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 20th സെഞ്ച്വറിയിൽ ആഫ്രിക്കൻ റൈറ്റിങ്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ എങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത്, ഈ ഒരു വേൾഡ് ഫേമസ് ആയി മാറിയത്, അതിന് കാരണം ആരൊക്കെയാണ് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പേരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചിനു അച്ചബി ഉണ്ട്, നോക്കി വാത്തിയോങ്കോ ഉണ്ട്, ചിമമണ്ട ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ ഇത്ര പ്രൊമിനൻ്റ് ആക്കിയ സെക്കൻഡ് പാരഗ്രാഫിൽ ഫസ്റ്റ് പേജിൽ. ഇനി ഫസ്റ്റ് പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ അത് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിമമണ്ട നഗുസി അഡിച്ചിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ വർക്കിൻ്റെ ഓതറിൻ്റെ കാര്യം പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ആ സെക്കൻഡ് പേജിലോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ എൻ്റെ ഓതർ എഴുതിയിരിക്കുന്ന ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള വർക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിന് തന്നെ തേർഡ് പാരഗ്രാഫിലോട്ട് വരുവാണെങ്കിൽ
പിന്നെയും ആഴ്ചയുടെ കാര്യം തന്നെയാണ്, അതായത് ഇതിൻ്റെ ഓതറിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് വന്നപ്പം ഞാൻ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ വുമൺ റൈറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പ്രൊമിനൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ വുമൺ റൈറ്റേഴ്സ്. ഇത് ആഫ്രിക്കക്കാർ മാത്രമല്ല മൊത്തത്തിലുള്ള വുമൺ റൈറ്റേഴ്സിനാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഞാൻ അരുന്ധതി റോയിനെ വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പേജിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ നോവലിനെ പറ്റി തുടങ്ങുക. അതായത് 3ാമത്തെ പേജിൽ എൻ്റെ നോവലിനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണ്. ഹാഫ് ഓഫ് എ ലെസൺ എന്ന് പറഞ്ഞ നോവലിന് പേര് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം ഇറ്റാലിക്സ് ആക്കിയിട്ടുണ്ട് ആ ഒരു നോവലിൻ്റെ പേര്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി താഴോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ആ ഒരു നോവലിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് പതിയെ അതിൻ്റെ സമ്മറി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തെടുത്ത് ഓരോ പാരഗ്രാഫ് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വർക്കിനെ പറ്റി ഞാനൊരു 2-2.5 പേജോളം കൊടുത്തു. ലാസ്റ്റായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ഈ ഒരു ഫൈനൽ പാരഗ്രാഫിനകത്താണ് നമ്മൾ എന്താണ് ഈ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷനാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് വെച്ചാൽ പോസ്റ്റ് കൊളോണിയൽ തിയറി എന്താ, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന തിയറി, ഞാൻ അപ്ലൈ ചെയ്യുന്ന തിയറി. നിങ്ങളിപ്പോൾ ഫെമിനിസം ആണെങ്കിൽ ഫെമിനിസത്തെ കുറിച്ച്, പിന്നെ എക്കോ ഫെമിനിസം ആണെങ്കിൽ എക്കോ ഫെമിനിസം, സൈക്കോ അനാലിസിസ് ആണെങ്കിൽ അത്, എക്സിസ്റ്റൻഷ്യലിസം ആണെങ്കിൽ അത്, അങ്ങനെ പറഞ്ഞ് കൊടുക്കുക. തേർഡ് ചാപ്റ്ററിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആ ഒരു ഇതിന് പേരുണ്ട്. നമ്മുടെ ഈ ഒരു തേർഡ് ചാപ്റ്ററിന് നമ്മളൊരു പേര് കൊടുക്കുക. ഞാൻ കൊടുത്തിരിക്കുന്ന പേരെന്ന് വെച്ചാൽ റീവിസിറ്റിംഗ് ദി കൊളോണിയൽ പാസ്റ്റ് ഹാഫ് ഓഫ് എ ലെസൺ ആസ് എ പോസ്റ്റ് കൊളോണിയൽ നാരേറ്റീവ്. ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന പേര്. അതുപോലെ നിങ്ങളുടെ ആ ഒരു ചാപ്റ്റർ 3ക്ക് സ്വന്തമായിട്ടൊരു പേര് കൊടുക്കേണ്ടി വരും. സോ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് തിയറിയുടെ ആപ്ലിക്കേഷനാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെയും ഒരു കൺക്ലൂഷനാണെന്ന് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പേജ് വരേണ്ട കണ്ടൻസ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഓർക്കുന്നു. ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എങ്ങനെ പാരഗ്രാഫ് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്, എങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു എന്ന്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോയും ഇതിനെ സീക്വലായിട്ട് തന്നെ കണ്ടുപോകുക. നമുക്കിതിൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്തൊട്ടനെ തന്നെ ചാപ്റ്റർ 2 പറ്റി കാണാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ഇതിന് ബാക്കി കാണാം.